ഇതാണ് കുറെ ദിവസമായിട്ടുള്ള അവസ്ഥ. കുറച്ചു ദിവസമായിട്ട് മലവെള്ളം വരുന്നവരെയാ മൂക്കുന്നെല്ലാം വെള്ളം വരുന്നു. ചുമയാണെങ്കിൽ ക്ഷയരോഗം പിടിച്ച ആളെക്കാട്ടിയും കഷ്ടം. അവസാനം വില്ലനെ കിട്ടി. ദൂരത്ത് നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും അടുത്ത് നോക്കിയപ്പോ കണ്ണിലെ കൃഷ്ണമണി വരെ താഴെ. ഇതിനും മാത്രം പൊടി പിടിക്കാൻ വേണ്ടി നാഷണൽ ഹൈവേയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. എനക്ക് മാറും വേദന, ഏതിന് മാറും എനക്ക്. കുറച്ചു ദിവസമായിട്ട് ആശുപത്രി പോകാനേ നേരം ഉണ്ടായിട്ടുള്ളൂ. ഇത് ശരിക്കും ഫാൻ തന്നെയാണോ അതോ വാക്വം ക്ലീനറിന്റെ ഉൾവശം? എന്നാ പിന്നെ നമുക്ക് പണി തുടങ്ങാനല്ലേ. ഏതായാലും ഒരു വഴിക്ക് പോന്നല്ലേ, മാസ്ക് കൂടി വെച്ചേക്കാം. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. പിന്നെ പനിച്ച് പൊതച്ചുകൂടി കിടക്കുമ്പോൾ ഫാനിന്റെ ഒച്ച കേട്ടില്ല എനക്കുറക്കം വരൂല. ആ ഒരു ആത്മാവന്തം ഞാനും ഫാനും തമ്മിലുള്ളതുകൊണ്ടും പിന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ആസ്മ വന്ന് ചത്തുകൊണ്ടെന്നുള്ളതുകൊണ്ടും അത് തന്നെ ചെറിയ ചെറിയ തുമ്മലായിട്ടും ചീറ്റിലായിട്ടും മുക്കൽ പറ്റില്ല വാണിങ് തന്നെയാണെന്നാ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബാലവേല ചെയ്യിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി അവന്റെ അമ്മ അതികഠിന കഠോരമായി ജോലി ചെയ്യുന്നത് കണ്ട് കുട്ടി അവന്റെ അമ്മയെ സഹായിക്കാൻ വന്നതാണ്, അല്ലാതെ ഇതൊരു ബാലവേലയല്ല. കുറെ കാലത്തിന് ശേഷം മേലാണെങ്കിൽ ഒന്ന് പണിയെടുത്തെ. ഇതൊന്ന് തീർത്തിട്ട് വേണം നടു നിർത്തിയിട്ടൊന്ന് വെറുതെ ഇരിക്കെ. എന്റെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് കയറേണ്ടിയിരുന്നതല്ലേ ഇത് മൊത്തം. പൊടിയെല്ലാം തുടച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇനിയാണ് പണി. ദൂരി എടുക്കാനെല്ലാം വേഗാവും. തിരിച്ചിടുമ്പോ ലീഫാണോ നട്ടാണോ ബോൾട്ടാണോ സ്ക്രൂ ആണോ ആദ്യം ഇടേണ്ടതെന്നൊന്നും തിരിയുന്നില്ല. പിന്നെ കുറെ സമയം ഇതിന്റെ പറ്റി ലീഫെല്ലാം തിരിച്ചു കളിച്ച് നേരം കൂട്ടി. അവസാനം ഒരു വഴിയിലായിട്ട് ഉച്ചയുറക്കത്തിലായിരുന്നു അമ്മയെ വിളിച്ചെണിപ്പിക്കേണ്ടി വന്നു. പൊടിയെല്ലാം പോയപ്പോ കുട്ടപ്പനായല്ല. എനിക്ക് തുമ്മാണ്ട് ഉറങ്ങാൻ പറ്റുമല്ല. ശരിയെന്നാ.